നമസ്കാരം. ബംഗ്ലാദേശിൻ്റെ സേന വീരശൂര പരാക്രമങ്ങളിലൂടെ, അതായത് ബംഗ്ലാദേശിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സേനാ വിഭാഗമായ ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് എന്ന BGB, ഈ ഭാരതത്തിൻ്റെ BSFനെ പോലെയുള്ള BSFന് സമാനമായ ഒരു വിഭാഗമാണ് ബംഗ്ലാദേശിൻ്റെ BGB ഇന്ത്യൻ അതിർത്തി കടന്ന് 5 കിലോമീറ്ററോളം ദൂരം വരുന്ന ഇന്ത്യൻ പ്രദേശം പിടിച്ചടക്കിയെന്നും അതിപ്പോൾ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡിൻ്റെ, അതായത് BGBയുടെ നിയന്ത്രണത്തിലാണ് എന്നും BGB അവിടെ വലിയ രീതിയിൽ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആ പ്രദേശം മുഴുവൻ അല്ലെങ്കിൽ ആ പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുകയാണ് എന്നുമുള്ള ഒരു വാർത്ത ഇന്ന് രാവിലെ മുതൽ തന്നെ ബംഗ്ലാദേശ് മാധ്യമങ്ങളിൽ, കഴിഞ്ഞ ദിവസം മുതൽ അത്തരത്തിലുള്ള ചില വാർത്തകൾ ബംഗ്ലാദേശ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. ആ വാർത്ത ഇന്ന് വ്യാപകമായി തന്നെ ചില ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ബംഗ്ലാദേശ് സേന ഇന്ത്യൻ പ്രദേശം ആക്രമിച്ച് കീഴടക്കി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആർക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരീകരണത്തിനായി എല്ലാവരും ഇന്ത്യയുടെ എന്താണ് പ്രതികരണം എന്നറിയാനായി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ഇതാ BSFൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. ബംഗ്ലാദേശിൻ്റെ സ്വപ്നം മാത്രമാണത് എന്നാണ് BSF പ്രതികരിച്ചിരിക്കുന്നത്. വസ്തുതകളുടെ അടിസ്ഥാനമില്ലാത്ത ഉത്തരവാദിത്വരഹിതമായ ഒരു വാർത്തയാണ് എന്നാണ് ഇന്ത്യ അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശിൻ്റെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ബന്ധം, നയതന്ത്ര ബന്ധം തന്നെ ഇപ്പോൾ വളരെയധികം മോശപ്പെട്ട ഒരു നിലയിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ടെറിട്ടറി ബംഗ്ലാദേശ് സേന പിടിച്ചെടുത്തു എന്ന വാർത്ത നിറയുന്നത്. സത്യത്തിൽ അരാക്കൻ സൈന്യവും മറ്റും ബംഗ്ലാദേശിൻ്റെ കിലോമീറ്റർ കണക്കിന് അതിർത്തി പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ നാണക്കേട് മറയ്ക്കാനാണ് ഇപ്പോൾ BGB ഇന്ത്യൻ പ്രദേശം പിടിച്ചെടുത്തു എന്ന രീതിയിലുള്ള വാർത്ത ചമയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇന്ത്യൻ സേന വിലയിരുത്തുന്നത്. എന്തായാലും ബംഗ്ലാദേശ് സേന പിടിച്ചെടുത്തു എന്ന് ബംഗ്ലാദേശിലെ തന്നെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഗ്രാമം എന്നത് പശ്ചിമ ബംഗാളിലെ രാംഘാട്ട് ഗ്രാമമാണ്. 24 നോർത്ത് പർഗാന ജില്ലയിലെ രാംഘാട്ട് ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലെ പ്രദേശമാണ് പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രദേശത്തൊരു നദിയുണ്ട്, അതായത് കൊഡാലിയ നദി. ഈ കൊഡാലിയ നദിയുടെ പ്രദേശങ്ങളാണ് പിടിച്ചെടുത്തു എന്ന് ബംഗ്ലാദേശ് അവകാശപ്പെടുന്നത്. പക്ഷേ അതങ്ങനെയല്ല. ഈ പ്രദേശങ്ങളിൽ കൃത്യമായ അതിർത്തി ഡിമാർക്ക് ചെയ്തിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളുണ്ട്. പില്ലറുകൾ ഉപയോഗിച്ച് അതിർത്തി പ്രദേശങ്ങൾ വേർതിരിച്ചിട്ടുണ്ട് ഈ നദിയിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സംശയത്തിൻ്റെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. കൃത്യമായ ഒരു അതിർത്തി രേഖ അവിടെയുണ്ട്. ആ പ്രദേശങ്ങൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ആരും പിടിച്ചെടുത്തിട്ടൊന്നുമില്ല. അവിടെ ആരും പെട്രോളിംഗ് നടത്തുന്നുമില്ല എന്നാണ് ഇപ്പോൾ BSF വ്യക്തമാക്കി, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡിസംബർ 19 മുതൽ അവിടെ ബംഗ്ലാദേശിൻ്റെ സൈന്യം പെട്രോളിംഗ് നടത്തുകയാണ് എന്ന വിവരമാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. പക്ഷേ ആ വിവരം തെറ്റാണ് എന്ന് BSF ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ഇന്ത്യയുടെ 1 ഇഞ്ച് മണ്ണ് പോലും ഒരു ശത്രു രാജ്യവും ബംഗ്ലാദേശ് പോയിട്ട് പാകിസ്ഥാനോ ചൈനയ്ക്കോ പിടിച്ചെടുക്കാൻ ഇപ്പോൾ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല. പക്ഷേ ഈ പ്രദേശങ്ങളിൽ വേലിയില്ലാത്ത, അതിർവേലിയില്ലാത്ത പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങൾ. ഈ ലഹരിക്കടത്തുകാരും അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരും ഉപയോഗപ്പെടുത്തിയേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായ കാവലുള്ള പ്രദേശം കൂടിയാണ്. ആ പ്രദേശത്ത് ബംഗ്ലാദേശ് സേനയ്ക്ക് ആ പ്രദേശത്തിൻ്റെ 7 അയല തടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് BSF ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.